ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പുഴകളും മലകളും കാടുകളും സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഓരോ പരിസ്ഥിതി ദിനവും ഓർമ്മിപ്പിക്കുന്നത്. ഒരു പരിസ്ഥിതി ദിനാചരണം കൊണ്ട് അവസാനിക്കുകയാണ് എല്ലാവർക്കും പ്രകൃതി സ്നേഹം. എന്നാൽ ഇതിന് അപവാദമായി അകലാപ്പുഴയ്ക്ക് കണ്ടൽ കൊണ്ട് ആജീവനാന്ത സംരക്ഷണം ഒരുക്കുകയാണ് ഒരു കൂട്ടം കുരുന്നുകൾ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. AFL വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ ജനപ്രതിനിധികൾ ഇടപെടുന്നില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. വിഷയത്തിൽ SFI, DYFI സംഘടനകൾ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് പുലർത്തുന്നതെന്നും അദ്ദേഹം. 71 പരാതികളിൽ 31 എണ്ണത്തിൽ തീർപ്പ് കൽപ്പിച്ച് വനിതാ മെഗാ അദാലത്ത്. ക്ഷീര കർഷകർക്ക് ഇനി ന്യായവിലയ്ക്ക് കാലിത്തീറ്റ ലഭിക്കും. കേരള ഫീഡ്സിന്റെ ഹൈടെക് കാലിത്തീറ്റ ഫാക്ടറിയുടെ വ്യാവസായിക ഉൽപാദനത്തിന്റെ ഉദ്ഘാടനം ജൂൺ 9-ന്. വാർത്തകൾ വിശദമായി. 71 പരാതികളിൽ 31 എണ്ണത്തിൽ തീർപ്പ് കൽപ്പിച്ച് വനിതാ കമ്മീഷൻ അദാലത്ത് നടന്നു. 14 പരാതികളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളോട് വിശദീകരണം തേടി. ആകെ 71 പരാതികളാണ് ഇത്തവണ വനിതാ കമ്മീഷന്റെ പരിഗണനയിൽ വന്നത്. കുടുംബ പ്രശ്നങ്ങളും അയൽപ്പക്കക്കാർ തമ്മിലുള്ള വാക്കുതർക്കങ്ങളും ഭാര്യാഭർത്തൃബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങളുമൊക്കെ അടങ്ങിയതാണ് ഭൂരിഭാഗം പരാതികളും. 71 പരാതികളിൽ 31 എണ്ണം വനിതാ കമ്മീഷൻ നിയമപരമായും അല്ലാതെയും തീർപ്പാക്കി. 14 പരാതികളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളോട് വിശദീകരണം തേടി. 4 പരാതികൾ RDO പരിഗണനയിലാണ്. 5 കേസുകളിൽ കൌൺസിലിംഗിന് നിർദ്ദേശം നൽകി. 22 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. കൂടുതലായിട്ടും അയൽപക്കക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അകന്ന് ജീവിച്ച കുടുംബങ്ങൾ ഒന്നിച്ചു പോകുന്ന പല കേസുകളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലാസ്റ്റ് പോയത് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും എതിരെ കോടതിയിൽ കേസൊക്കെ കൊടുത്ത് പരാതിയുമായിട്ട് വന്ന വനിതയാണ്. അപ്പോൾ അവർ ഒന്നിച്ച് സന്തോഷമായിട്ട് പോയിട്ടുണ്ട്. കോടതിയിലെ കേസുകളൊക്കെ വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ലിസി ജോസ്, അഡ്വക്കേറ്റ് KK ഷമീന ഗഫൂർ, സബ് ഇൻസ്പെക്ടർ ജമീല PK തുടങ്ങിയവരാണ് അദാലത്തിന് നേതൃത്വം നൽകിയത്. കേരള ഫീഡ്സിന്റെ തിരുവങ്ങൂരിലെ ഹൈടെക് കാലിത്തീറ്റ ഫാക്ടറിയുടെ വ്യാവസായിക ഉൽപാദനത്തിന്റെ ഉദ്ഘാടനം ജൂൺ 9-ന് മന്ത്രി K. രാജു നിർവഹിക്കും. പുതിയ ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. മലബാറിലെ ക്ഷീരകർഷകർക്ക് ന്യായവിലയ്ക്ക് കാലിത്തീറ്റ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് സാരഥികൾ പറഞ്ഞു. തിരുവങ്ങൂരിലെ കേരള ഫീഡ്സ് പ്ലാന്റിൽ നിന്നും വ്യാവസായികാടിസ്ഥാനത്തിൽ കാലിത്തീറ്റ ഉൽപാദനം ജൂൺ 9-ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി K. രാജു ഉദ്ഘാടനം ചെയ്യും. 2016 ജനുവരി 9-ന് ഉദ്ഘാടനം ചെയ്ത ഫാക്ടറി സാങ്കേതിക നൂലാമലകളിൽപ്പെട്ട് ഉൽപാദനം ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല. ദിവസേന 300 മെട്രിക് ടൺ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള യന്ത്രസാമഗ്രികളുടെയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ച ഹൈടെക് ഫാക്ടറിയാണ് തിരുവങ്ങൂരിലേത്. ഫാക്ടറിയുടെ ഉൽപാദനം പൂർണ്ണമാകുന്നതോടെ മലബാറിലെ ക്ഷീരകർഷകർക്ക് ന്യായമായ വിലയ്ക്ക് കാലിത്തീറ്റ ലഭ്യമാകാൻ സാധിക്കും. ഇത് പാലുൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകും. പശുവളർത്തൽ ലാഭകരമാക്കാൻ ക്ഷീരകർഷകർക്കായി കേരള ഫീഡ്സ് പുതിയ ഉൽപ്പന്നങ്ങളും വിപണിയിലിറക്കും. പാലുൽപാദനത്തിനും പശുക്കളുടെ സമഗ്ര ആരോഗ്യത്തിനും വന്ധ്യതാ നിവാരണത്തിനും ഫലപ്രദമായതാണ് പുതിയ കാലിത്തീറ്റകൾ. ജൂൺ 9-ന് കാലത്ത് 11 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ K. ദാസൻ MLA അധ്യക്ഷം വഹിക്കും. വടകര പാർലമെന്റ് MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും. ഉൽപാദനം തുടങ്ങുന്നതിന്റെ ഭാഗമായി ട്രയൽ റൺ പൂർത്തിയായതായി കേരള ഫീഡ്സ് ഉന്നതാധികാരികൾ വ്യക്തമാക്കി. വ്യാവസായികമായി ഉൽപാദനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഫാക്ടറിയിൽ ട്രയൽ റൺ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ഉൽപാദനം ആരംഭിക്കുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ കാലിത്തീറ്റ ഫാക്ടറിയായിരിക്കും തിരുവങ്ങൂരിലേത്.
എംഫിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന നിരാഹാര സമരപ്പന്തൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രൻ സന്ദർശിച്ചു. ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. എസ്.എഫ്.ഐ, ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് പുലർത്തുന്നതെന്നും വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കും വരെ സമര പോരാട്ടങ്ങൾ നടത്താൻ വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ദിവസങ്ങൾ പിന്നിട്ട എംഫിലിലെ വിദ്യാർത്ഥികളുടെ സമരപന്തലിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രൻ സന്ദർശനത്തിനെത്തി. കോഴ്സിന് അംഗീകാരമില്ലാത്തതിനാൽ തങ്ങളുടെ സർട്ടിഫിക്കറ്റും ഫീസും തിരികെ ലഭിക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികൾ നടത്തുന്ന നിരാഹാര സമരം ഒരാഴ്ചയായി നീളുകയാണ്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകളും ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നിട്ടും ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇതുവരെ ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന് കെ. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തീർച്ചയായിട്ടും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുന്നത്. ഇവിടുത്തെ ജനപ്രതിനിധികളൊന്നും തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാവുന്നില്ല. ഇവിടെ MLA ആയിട്ടുള്ള പ്രദീപ് കുമാർ SFIയുടെയും DYFIയുടെയും നേതാവായിരുന്ന ആളാണ്. ഒരുപാട് വിദ്യാർത്ഥി യുവജന സമരങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. MK രാഘവൻ MP നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നുവെന്ന് പറയുന്ന ആളാണ്. പക്ഷെ അവരാരും തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാവുന്നില്ല. SFI, DYFI പോലുള്ള സംഘടനകൾ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് പുലർത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ യുവജന സംഘടനകൾ ഇത്തരം സമരങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുതലാളിയെ സഹായിക്കാനുള്ള മുടന്തൻ ന്യായങ്ങളാണ് SFI പ്രവർത്തകർ സമരത്തിൽ പങ്കെടുക്കാത്തതിന് കാരണമായി പറയുന്നതെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഈ സമരത്തെ SFIയും DYFIയും എല്ലാം ഒറ്റുകൊടുക്കുന്ന ഒരു സമീപനമാണ് എടുക്കുന്നത്. പ്രത്യേകിച്ചും പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം SFIയും DYFIയും ഒന്നും ഇത്തരം സമരങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കും വരെ സമര പോരാട്ടങ്ങൾ നടത്താൻ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ DCC സെക്രട്ടറി രമേശ് നമ്പ്യത്തിനെ അറസ്റ്റ് ചെയ്യുക, പീഡനത്തിനിരയായ സ്ത്രീക്ക് നീതി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KK ലതിക ഉദ്ഘാടനം ചെയ്തു. സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ച DCC സെക്രട്ടറി രമേശ് നമ്പ്യത്തിനെ അറസ്റ്റ് ചെയ്യാത്ത കസബ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഒരാഴ്ച മുൻപ് ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്ത് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സ്ത്രീയെ മാനഭംഗപ്പെടുത്താൻ കോൺഗ്രസ് നേതാവ് ശ്രമിച്ചതായാണ് പരാതി. സ്ത്രീയുടെ പരാതിയിൽ ഇതുവരെ കസബ പോലീസ് നടപടിയെടുത്തിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് മഹിളാ അസോസിയേഷൻ അംഗങ്ങൾ മാർച്ച് നടത്തിയത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KK ലതിക ഉദ്ഘാടനം ചെയ്തു. കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാതെ കുറ്റവാളിക്ക് അനുകൂലമായ സമീപനം സ്വീകരിച്ചത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ ഒരു വിഷയം മാത്രമല്ല, പലപ്പോഴും നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു ജില്ലയിലില്ലാത്ത പല സംവിധാനമാണ് ഈ കോഴിക്കോട് ജില്ലക്കകത്തുള്ളത്. പോലീസ് ഒത്തുകളിയിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും പീഡനത്തിനെതിരെയായ സ്ത്രീക്ക് നീതി ലഭ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി MK ഗീത സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കാനത്തിൽ ജമീല അധ്യക്ഷയായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M ലക്ഷ്മി, സംസ്ഥാന കമ്മിറ്റി അംഗം പാനൂർ തങ്കം, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പുഷ്പജം, സജിത, സത്യഭാമ, ശൈലജ, എക്സിക്യൂട്ടീവ് അംഗം സുജ അശോകൻ എന്നിവർ നേതൃത്വം നൽകി. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ തുടക്കം കുറിച്ച ദിശ 2017 രണ്ടാം ഘട്ട സംരംഭകത്വ സെമിനാർ നടന്നു. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പിന്നോക്ക മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടി വിവിധ വായ്പാ പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ. വായ്പാ പദ്ധതികൾക്ക് പുറമെ തൊഴിലധിഷ്ഠിത പരിശീലനം, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, വിപണനമേളകൾ തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങളും കോർപ്പറേഷൻ നടത്തിവരുന്നു. അഭ്യസ്തവിദ്യരായ യുവതീ-യുവാക്കളെ ഈ സംരംഭകത്വത്തിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് ദിശ 2017 കോർപ്പറേഷൻ തുടക്കമിട്ടത്. ദിശയുടെ രണ്ടാം ഘട്ട സംരംഭകത്വ പരിശീലനം മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. KSBCDC ജില്ലാ മാനേജർ AP ഷാജി അധ്യക്ഷനായിരുന്നു. വായ്പ മാത്രമല്ല, ഞങ്ങൾ ഇതുപോലെ ട്രെയിനിങ്ങുകളും അവബോധത്തിനുള്ള ക്ലാസ്സുകളും നയിക്കണം. ആരെ വിളിച്ചാൽ ഞങ്ങൾ ക്ലാസ് എടുക്കാമോ? KSBCDC 11KK വ്യവസായ വികസന ഓഫീസർ PG നന്ദകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. I need is you by my side, so shine forever, world's finest gold.
will never be far, like stars on the night sky, raining deep in my heart. Bobby Gemanur International Jewelers. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് and we all liked it. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. Hey, we already have a plan. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. മയിലാടുംകുന്ന് ജ്ഞാനദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക ചടങ്ങുകൾ ഭക്തിയാദരപൂർവ്വം നടന്നു. നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ സദ്ഗുരു ശരവണ ബാബയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സവിശേഷമായൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് മയിലാടുംകുന്നിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ജ്ഞാനദണ്ഡായുധപാണി ക്ഷേത്രം എന്ന നാമത്തിൽ സദ്ഗുരു ശരവണ ബാബയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രം യാഥാർത്ഥ്യമായത്. മഹാകുംഭാഭിഷേക ചടങ്ങുകൾക്ക് ശേഷം ലോകമെമ്പാടും നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ദർശനത്തിനായി ഇവിടെ എത്തുന്നത്. ഏറെ ഈശ്വര ചൈതന്യം നിറഞ്ഞ പ്രദേശമാണ് മയിലാടുംകുന്നെന്ന് തിരിച്ചറിഞ്ഞ് പുരാതന ഗോത്രവർഗ്ഗക്കാർ പണ്ടിവിടെ ക്ഷേത്രം നിർമ്മിച്ചിരുന്നുവെന്നും കാലപ്പഴക്കത്തിൽ നശിച്ചുപോയ ക്ഷേത്രത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് പഴനി ക്ഷേത്രത്തിന്റെ അതേ സവിശേഷതയോടു കൂടിയാണ് ജ്ഞാനദണ്ഡായുധപാണി ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മഹാകുംഭാഭിഷേക ചടങ്ങുകളോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ വിഘ്നേശ്വര പൂജയോടെയാണ് ക്ഷേത്രം ഉണർന്നത്. പുണ്യാകവചനം, മൂർത്തി രക്ഷാബന്ധനം, ആറാംകാല ഹോമം, തത്വാർച്ചന, മഹാപൂർണാപൂതി എന്നിവയും നടന്നു. പിന്നീട് സദ്ഗുരു ശരവണബാബയുടെ നേതൃത്വത്തിലാണ് സുന്ദര വിമാന കലശ മഹാകുംഭാഭിഷേകം നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ നടന്നത്. ദശമംഗല ദർശനം, തീർത്ഥപ്രസാദ വിതരണം എന്നിവയും നടന്നു. കൊയിലാണ്ടി അകലാപ്പുഴയ്ക്ക് കണ്ടൽ ചെടികൾ നട്ടുകൊണ്ട് സംരക്ഷണം നൽകുകയാണ് വീരവഞ്ചേരി LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. 2 വർഷമായി പുഴയെ സംരക്ഷിക്കാനായി വിവിധ ഇനം കണ്ടലുകൾ നട്ടുപിടിപ്പിക്കുകയാണ് ഇവർ. തലശ്ശേരിയിൽ നിന്ന് ശേഖരിക്കുന്നവയാണ് ഈ കണ്ടലുകൾ. ജൈവസമ്പന്നമായ ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയായ കണ്ടൽക്കാടുകൾ ഉഷ്ണമേഖല കാടുകൾ ആഗിരണം ചെയ്യുന്ന കാർബണിനേക്കാൾ 50 ഇരട്ടിയിൽ കൂടുതൽ കാർബൺ വലിച്ചെടുക്കാനുള്ള ശേഷി കണ്ടൽക്കാടുകളിൽ കണ്ടുവരുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഈ ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിലെ സീഡ് ക്ലബ് അംഗങ്ങൾ കഴിഞ്ഞ 2 വർഷക്കാലമായി പുഴയോരത്ത് കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നത്. കുട്ടികളിൽ പലരും പുഴയിലിറങ്ങുന്നത് ആദ്യമായാണ്. അതിന്റെ നല്ല ഉത്സാഹവും കാണാം. പുഴയുടെ കരഭാഗത്തോട് ചേർന്ന് മുട്ടോളം ചെടിയിൽ മരക്കമ്പുകൾ കൊണ്ട് കുഴിയെടുത്ത് ആഴത്തിൽ കണ്ടൽ ചെടികൾ നടന്നു. കഴിഞ്ഞ വർഷത്തിൽ നട്ട ചെടികൾ വളർന്നു വലുതായതും നല്ല കാഴ്ചയാണ്. തലശ്ശേരിയിലെ പുഴയോരങ്ങളിൽ നിന്നാണ് കണ്ടൽ ചെടികൾ ശേഖരിച്ചത്. ഇവയിൽ പ്രധാനമായും കടക്കണ്ടലും പൂക്കണ്ടലും വള്ളിക്കണ്ടലും എഴുത്താണിക്കണ്ടലും ചെറിയ ഉപ്പട്ടിയും വലിയ ഉപ്പട്ടിയും ചെറുകണ്ടൽ, ചുള്ളിക്കണ്ടൽ, കണ്ണാമ്പുട്ടി തുടങ്ങിയവ കുട്ടികളെ പരിചയപ്പെടുത്തുകയും കണ്ടൽ സംരക്ഷകനായ കല്ലൻ പൊക്കുടനെ കുട്ടികൾക്കും പരിചയപ്പെടുത്തുകയും ചെയ്തു. മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പട്ടേരി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത ഇനം മത്സ്യങ്ങളടക്കമുള്ള ജലജീവികൾക്ക് സുരക്ഷിതമായി പ്രജനനം നടത്താനും കണ്ടൽ ചെടികളെ വേരുകളെ ആശ്രയിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രകൃതിയെ സംരക്ഷിച്ച് അകലാപ്പുഴയെ മനോഹരമാക്കാൻ സാധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീരവഞ്ചേരി LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. KSU സ്കൂൾ തല മെമ്പർഷിപ്പ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 8-ന് കുറ്റിച്ചിറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് പറഞ്ഞു. സമരം സാഹോദര്യം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് KSUവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. എംഫിൽ പോലുള്ള തട്ടിപ്പ് സ്ഥാപനങ്ങളെ സഹായിക്കുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഈ മേഖലകളിൽ അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാവണമെന്നും അഭിജിത്ത് പ്രതികരിച്ചു. വിദ്യാർത്ഥിക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കൃത്യമായി അത് നേരിട്ട് അതിനെ മുമ്പോട്ട് പോകും എന്നതാണ് KSUവിന്റെ പക്ഷം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു താങ്കൾ പറഞ്ഞ വ്യക്തി
അത് അദ്ദേഹത്തിന്റെ തൊഴിലധിഷ്ഠിതമായിട്ട് അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു വക്കീലാണ്, അഭിഭാഷകനാണ്. പക്ഷെ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് വിചാരിച്ച് ഞങ്ങൾ സമരം നിർത്തി പോയിട്ടില്ല. ഞങ്ങൾ ഈ സമരം ഏറ്റെടുത്തു. ഇന്ന് വരെ ജില്ലാ കമ്മിറ്റി ആയിരുന്നു ഇതിനെ പിന്തുണച്ചത് എങ്കിൽ നാളെ സംസ്ഥാന കമ്മിറ്റി ഈ സമരത്തെ പിന്തുണച്ച് മുമ്പോട്ട് പോകും. ഞങ്ങളിത് ആര് തന്നെ ഏറ്റെടുത്താലും, ഇനി കോൺഗ്രസിന്റെ അല്ല, ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മുതിർന്ന നേതാക്കൾ പറഞ്ഞാൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് കുട്ടികളാണ് മുഖ്യ പരിഗണന. കുട്ടികളെ കൂടെ നിന്ന് കേസ് മുമ്പോട്ട് പോകും. കേരള സാഹിത്യ സമിതിയുടെ സഹകരണത്തോടെ സാഹിത്യ അക്കാദമി തിക്കോടിയന്റെ സാഹിത്യ സംഭാവനകൾ എന്ന സിംബോസിയം നടത്തി. തിക്കോടിയൻ എന്ന നാടകകൃത്ത് എന്ന വിഷയത്തിൽ ഡോക്ടർ കെ ശ്രീകുമാർ പ്രഭാഷണം നടത്തി. പാരമ്പര്യത്തെയും ആധുനികതയെയും ഒരേ മട്ടിൽ നോക്കിക്കാണാനും അതിൽ സ്വീകാര്യമായതിനെ ഉൾക്കൊള്ളാനും കഴിഞ്ഞ സാഹിത്യ പ്രതിഭയായിരുന്നു തിക്കോടിയനെന്ന് ചരിത്രകാരനായ എം.ആർ. രാഘവ വാര്യർ അഭിപ്രായപ്പെട്ടു. കേരള സാഹിത്യ സമിതിയുടെ സഹകരണത്തോടെ സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച തിക്കോടിയന്റെ സാഹിത്യ സംഭാവനകൾ എന്ന സിംബോസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാസിം വാടാനപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. തിക്കോടിയൻ എന്ന നാടകകൃത്ത് എന്ന വിഷയത്തിൽ ഡോക്ടർ കെ ശ്രീകുമാർ പ്രഭാഷണം നടത്തി. സംഗീത നാടകങ്ങൾ അച്ചടിച്ച് വായിച്ചിട്ടുണ്ടെന്നല്ലാതെ നാടകത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യേണ്ടത് പുസ്തകം വായിച്ചിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എൻ്റെ ഒരു ദുർവിധി എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ഒരു നാടക ചരിത്രത്തെ ആരും നമ്മുടെ നാടക ചരിത്രകാരന്മാർ അധികമൊന്നും പരിഗണിക്കാത്ത ഒരു നാടക ചരിത്രത്തെ ഒരു വലിയ ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരേണ്ട, അതും വളരെ ശൂന്യമായ പല അന്തരീക്ഷത്തിൽ അന്വേഷിച്ചെത്തേണ്ട ഒരു ഘട്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. മാഷ് ഒരുപാട് സഹായിച്ചു. മാഷ് എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് നിങ്ങൾ പോകേണ്ടത് ദേശഭൂഷണിയിലേക്കാണ്. അവിടുത്തെ നാടകത്തിന്റെ അലമാരി ചെല്ലുക. എ ഗോപാലന്റെ സുശീല ദുഃഖം എന്ന് പറഞ്ഞിട്ട് സംഗീത നാടകമുണ്ട്. ആരും അറിയില്ല എ ഗോപാലിനെ, പക്ഷെ എനിക്കറിയാം. ആ നാടകം എന്നെയാണ് ആദ്യം കൊണ്ടുവന്ന് കാണിച്ചതെന്ന് സംഗീത നാടകത്തിന് നല്ലൊരു ഉദാഹരണമാണ്. അത് ഞാൻ പോയി എടുക്കുന്നു, വായിക്കുന്നു. തിക്കോടിയൻ എന്ന നോവലിസ്റ്റ് എന്ന വിഷയത്തിൽ ശ്രീശൈലം ഉണ്ണികൃഷ്ണനും തിക്കോടിയന്റെ ആത്മകഥ എന്ന വിഷയത്തിൽ ഡോക്ടർ സി രാജേന്ദ്രനും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തിക്കോടിയന്റെ മകൾ എം പുഷ്പകുമാരി, പി ശ്രീധരൻ ഉണ്ണി, KS വെങ്കിടാചലം എന്നിവർ പ്രസംഗിച്ചു. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഫണ്ട് വിതരണവും കുറ്റ്യാടിയിൽ നടന്നു. കുറ്റ്യാടി SI TH ശ്രീജിത്ത് ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യഘട്ടമായി മൊത്തം 16 വീടുകൾ പാവപ്പെട്ടവർക്കായിട്ടാണ് ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്നത്. ജീവകാരുണ്യ മേഖലയിൽ തൽപരരായ കുറ്റ്യാടിയിലെ 20ഓളം യുവാക്കൾ ചേർന്നാണ് കനിവ് എന്ന പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായി മൊത്തം 16 വീടുകളാണ് പാവപ്പെട്ടവർക്കായി ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്നത്. ഇതോടൊപ്പം 1500ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റും വിതരണം ചെയ്തു. റിലീഫ് പ്രവർത്തനങ്ങളുടെ ഫണ്ട് വിതരണവും കിറ്റ് വിതരണവും കുറ്റ്യാടി SI TS ശ്രീജിത്ത് നിർവഹിച്ചു. വിവിധ കുടുംബങ്ങൾക്ക് വേണ്ടി PC മുഹമ്മദ് മായിൻ, പൂവൻ കുഞ്ഞബ്ദുൽ ഹാജി എന്നിവർ തുക ഏറ്റുവാങ്ങി. കുറ്റ്യാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ബിന്ദു ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. സാബിത്ത് വയനാട് കനിവിനെ പരിചയപ്പെടുത്തി. നിങ്ങളുടെ മക്കൾ ഇതേപോലത്തെ സമൂഹമാക്കിയിട്ടും ഇതേപോലത്തെ യുവത്വമാക്കിയിട്ടും മാറ്റാൻ തയ്യാറെടുക്കും. നമ്പർ 2, കനിവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും സുന്ദരമായിട്ടുള്ള സമൂഹത്തിൽ ഓരോ നാടുകാരും കൊടുക്കാൻ തയ്യാറാവുക. നമ്പർ 3, നാളത്തെ സമൂഹത്തിന് വേണ്ടിയിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കും. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് അംഗം KV ജമീല, വേളം ഗ്രാമപഞ്ചായത്ത് അംഗം സജീവൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറ്റ്യാടി യൂണിറ്റ് പ്രസിഡന്റ് OP ലത്തീഫ്, ശ്രീജേഷ് ഊരത്ത്, OC കരീം, P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഉബൈദ് വാഴയിൽ, CH ഷെരീഫ്, കിണറ്റുംകണ്ടി അമ്മദ്, മുസ്തഫ വയനാട്, NP സക്കീർ, VC സലിയത്ത്, സജീർ എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. ലയൺസ് ക്ലബിന്റെ സർവീസ് ദിനത്തിന്റെ ഭാഗമായി ബൈരായിക്കുളം LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് സോണൽ ചെയർമാൻ ഡെസിഗ്നേറ്റ് സാംസൺ ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് സ്ഥാപക നേതാവ് മെൽവിൻ ജോണിന്റെ ജന്മദിനമായ ജൂൺ 7 സർവീസ് ദിനമായി ആചരിച്ചു. 1917 സ്ഥാപിച്ച ലയൺസ് ക്ലബ് 2017 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. സർവീസ് ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബൈരായിക്കുളം LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി 100ഓളം വൃക്ഷത്തൈകളും വിതരണം ചെയ്തു.
ലയൺസ് ക്ലബ്ബ് സോണൽ ചെയർമാൻ ഡെസിഗ്നേറ്റ് സാംസൺ ജോൺ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ബീച്ച് പ്രസിഡന്റ് സജീവ് കുമാർ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി UK ഭാസ്കരൻ നായർ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ K കനകരാജ്, സെക്രട്ടറി സുരേഷ് കുമാർ, സജീവ് പൈതാട്ട്, ജോസ് പൈനാടത്ത്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശോഭന, ജെയ്സൺ മാസ്റ്റർ, അനീഷ് കുമാർ, സന്തോഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഖത്തറിലെ പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് കേരള പ്രവാസി സംഘം സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് ആവശ്യപ്പെട്ടു. കിഡ്സൺ കോർണറിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി CV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഖത്തറിലെ പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഡ്സൺ കോർണറിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി CV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അന്നം തേടിപ്പോയിട്ടുള്ള മുഴുവൻ പ്രവാസികളെയും തിരിച്ചു കൊണ്ടുവരുവാണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉടനെ തന്നെ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊരു സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള സമരത്തിന് പ്രവാസി സംഘം മുമ്പോട്ട് വരികയാണ്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന നിരവധി പ്രക്ഷോഭങ്ങൾ വരുകാലങ്ങളിൽ പ്രവാസി സംഘം പ്ലാൻ ചെയ്യാൻ പോയിട്ടുണ്ട്. PK കബീർ സലാല, പേരോത്ത് പ്രകാശൻ, M യഹിയ, M സുരേന്ദ്രൻ, PP മൊയ്തീൻ കോയ എന്നിവർ സംസാരിച്ചു. മുസ്തഫ പയ്യാനക്കൽ, AV അബ്ദുൽ ഗഫൂർ, M ജവഹർ, VM ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി. നാട്യസുരജിയുടെ ആദ്യവേദിയിൽ നൃത്തവൈവിധ്യങ്ങളുടെ സമന്വയം. കലാകാരികളുടെ വശ്യമനോഹരമായ പ്രകടനങ്ങൾ വാട്സപ്പ് കൂട്ടായ്മയായ നാട്യസുരജിയുടെ ഉദ്ഘാടന വേദിയെ ധന്യമാക്കി. സാഹിത്യകാരി KP സുധീര പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൃത്തവൈവിധ്യവുമായി നാട്യസുരജി നഗരത്തിന് ആനന്ദം നിറഞ്ഞൊരു സന്ധ്യ സമ്മാനിച്ചു. ഒരു കൂട്ടം കലാകാരന്മാരുടെ വാട്സപ്പ് കൂട്ടായ്മയായ നാട്യസുരജിയാണ് അപൂർവമായ കലാസന്ധ്യ സംഘടിപ്പിച്ചത്. സാഹിത്യകാരി KP സുധീര പരിപാടി ഉദ്ഘാടനം ചെയ്തു. PC ഹരീഷ് അധ്യക്ഷം വഹിച്ചു. സുരേന്ദ്രൻ കോഴിക്കോട്, കലാമന്ദിരം ശ്യാമള മേനോൻ, സുധർമ്മ പ്രഭുകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്യസുരജിയുടെ കന്നിവേദിയിൽ ഭരതനാട്യവും കുച്ചിപ്പുടിയും രാധാകൃഷ്ണ നൃത്തവും മോഹിനിയാട്ടവുമൊക്കെ നിറഞ്ഞാടി. അഭിരാമി രമേശ് പയ്യോളി, അഞ്ജന കൃഷ്ണ കന്നൂർ എന്നിവരാണ് ഭരതനാട്യം അവതരിപ്പിച്ചത്. ശ്രീലക്ഷ്മി കൃഷ്ണ പയ്യോളി കുച്ചിപ്പുടി ആടി സദസ്സിനെ ആനന്ദിപ്പിച്ചു. സെമി ക്ലാസിക്കൽ നൃത്തവുമായി ശിവാംബിക വികാസ് കല്ലായി, അഭിരാമി, ശ്രീലക്ഷ്മി എന്നിവരും ഫ്യൂഷൻ ഡാൻസുമായി അനുശ്രീ ആർനാഥ്, മേഘ, അനുജിത് കൊയിലാണ്ടി എന്നിവരും വേദിയിലെത്തി. പ്രീത നമ്പൂതിരി രാധാകൃഷ്ണ നൃത്തവും KS ശ്രുതി മോഹിനിയാട്ടവും സിന്ധു സുരേഷ് താമരശ്ശേരി ക്ലാസിക്കൽ ഡാൻസും അവതരിപ്പിച്ചു. സുധർമ്മ, സിമിന എന്നിവരുടെ തീം ഡാൻസോടെ പരിപാടി സമാപിച്ചു. നേരത്തെ സുധർമ്മ പ്രഭുകുമാറും സംഘവും സ്കിറ്റ് അവതരിപ്പിച്ചു. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്ന് വിരമിച്ച K പ്രേംരാജിന് സ്വീകരണം നൽകി. ഗ്രന്ഥശാല സംഘം സെക്രട്ടറി K ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിച്ച K പ്രേംരാജിനെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കൂട്ടായ്മയായ കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും സ്വീകരണവും സംഘടിപ്പിച്ചു. ഗ്രന്ഥശാല സംഘം ജില്ലാ സെക്രട്ടറി K ചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്തതിന്റെ ഭാഗമായി കൃഷിക്കാരൻ പാപ്പരീകരിക്കപ്പെടുകയും അവന്റെ ദുരിതങ്ങൾ മൂലം ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലത്തേക്കാൾ ഏതാണ്ട് 24% വർധനവാണ് ഓരോ വർഷവും കർഷക ആത്മഹത്യ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ സമാശ്വാസ പദ്ധതികൾ അവർ പ്രഖ്യാപിച്ചതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കാർഷികോൽപാദനം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും കോൺഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു പ്രേംരാജ്. CP സുലൈമാൻ, സദാനന്ദൻ, VAN നമ്പൂതിരി, KV ജയരാജൻ,
ഉണ്ണിക്കുട്ടി, എ വി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പി അബ്ദുൽ നാസർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി സി ശിവദാസൻ സ്വാഗതവും സതീഷ് ബാബു നന്ദിയും പറഞ്ഞു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സംരക്ഷണത്തിനായി സ്ഥാപിച്ച ഗ്രീൻ ഗാർഡിൽ കുരുങ്ങി വളർച്ച മുരടിച്ച മരങ്ങൾക്ക് മോചനമായി. ഡ്രീം ഓഫ് അസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നഗരത്തിലെ പലയിടങ്ങളിലും മരങ്ങൾക്ക് ചുറ്റും സ്ഥാപിച്ച ഗ്രീൻ ഗാർഡുകൾ മുറിച്ചു മാറ്റുന്നത്. സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡ്രീം ഓഫ് അസ്. 12ഓളം വരുന്ന സംഘടനാ അംഗങ്ങളാണ് മുഫിസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഗ്രീൻ ഗാർഡുകൾ മുറിച്ചു നീക്കിയത്. പലതും മരങ്ങൾക്കുള്ളിലേക്ക് ഇറങ്ങിയതിനാൽ വളർച്ച മുരടിച്ച അവസ്ഥയിലായിരുന്നു. മരങ്ങൾ നടാൻ ഒരുപാട് പേർ ഉണ്ടാകുമെങ്കിൽ ഇവയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിന് പലരും മുന്നോട്ട് വരാറില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഡ്രീം ഓഫ് അസ് മുന്നിട്ടിറങ്ങിയത്. റോഡരികിൽ മരങ്ങൾ നട്ടാൽ അത് നഗരത്തിൽ അറിയുന്ന നാൽക്കാലികൾക്ക് ഭക്ഷണമാകുന്നത് തടയാനാണ് ഗ്രീൻ ഗാർഡ് സ്ഥാപിക്കുന്നത്. മരങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് പലപ്പോഴും ഇവ നീക്കം ചെയ്യാറില്ല. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡ്രീം ഓഫ് അസ് പ്രവർത്തകരായ സുഖദേവ്, പ്രമോദ്, സന്ദീപ്, രജീഷ്, ജയ്സൽ, ഹരി, രേവതി, ശ്രേയ എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എംഫിൽ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ ജനപ്രതിനിധികൾ ഇടപെടുന്നില്ലെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. വിഷയത്തിൽ SFI, DYFI സംഘടനകൾ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് പുലർത്തുന്നതെന്നും അദ്ദേഹം. 71 പരാതികളിൽ 31 തീർപ്പ് കൽപ്പിച്ച് വനിതാ മെഗാ അദാലത്ത്. ക്ഷീര കർഷകർക്ക് ഇനി ന്യായവിലയ്ക്ക് കാലിത്തീറ്റ ലഭിക്കും. കേരള ഫീഡ്സിന്റെ ഹൈടെക് കാലിത്തീറ്റ ഫാക്ടറിയുടെ വ്യാവസായിക ഉൽപാദനത്തിന്റെ ഉദ്ഘാടനം ജൂൺ 9. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.